തൊഴുത് കഴിഞ്ഞാൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നല്ല വെയിലും നല്ല മഴയും കേട്ടോ. അപ്പോൾ നമ്മുടെ ശ്രീകോവിലിൻ്റെ മുകളിലേക്ക് ആ മഴത്തുള്ളികൾ വീണ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതാണ് നമ്മുടെ പെരുവന അമ്പലം. അപ്പോൾ ദക്ഷിണകാശി എന്ന് പറയും. അപ്പോൾ ചേർപ്പിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. നമ്മൾ പെരുവന അമ്പലത്തിലേക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ്. അപ്പോൾ ഇന്നൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഞങ്ങളുടെ 13ാം വിവാഹ വാർഷികമാണ്. ശ്രീകൃഷ്ണ ജയന്തിയിലാണ് ഞങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് നമ്മൾ അമ്പലത്തിൽ പോകാനുള്ള ഒരു പരിപാടിയിലാണ്. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ആയ കാരണം, പിന്നെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയ കാരണം. അപ്പോൾ അമ്പലത്തിൽ പോണ വീഡിയോസാണ് ഈ കാണാൻ പോണത്. അപ്പോൾ നമുക്ക് പോയാലോ? അപ്പം ഞങ്ങളെല്ലാവരും കൂടി തോട്ടപ്പായ അമ്പലത്തിലെത്തിയിട്ടാ. അങ്ങനെ അമ്പലത്തിലെത്തി നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഉള്ളിലത്തെ പ്രതിഷ്ഠ കുറേശ്ശെ കാണാനുണ്ട്. അപ്പം ഞാൻ ചെറുതായി ഒന്ന് സൂം ചെയ്യാം. നന്നായി സൂം ചെയ്യുന്നില്ല. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മഹാവിഷ്ണുവാണ് ഇവിടെ പ്രതിഷ്ഠ കേട്ടോ. ഇവിടെ ചെറിയൊരു അമ്പലമാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത്. പക്ഷേ നല്ല ശക്തിയുള്ള ഭഗവാനാണ് മഹാവിഷ്ണു. അപ്പോൾ അവിടെ വന്ന് തൊഴുത് കഴിഞ്ഞാൽ നല്ലൊരു അനുഭൂതിയാണ്. പിന്നെ ഉള്ളേരിയയിലാണ് ഈ അമ്പലം കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ആദ്യമേ വരാറുണ്ട്. ഇവിടെ വന്ന് താമസിക്കാൻ വന്നപ്പോൾ വരാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് ഉള്ളിലേക്ക് കയറാം. ഉള്ളിൽ ഇപ്പോൾ കുറച്ച് ഇവിടെ അധികം തിരക്കുണ്ടാവാറില്ല. പക്ഷേ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ഞാൻ തിരക്കുണ്ട് കേട്ടോ. ഞങ്ങൾ നല്ല രീതിയിൽ ഭഗവാനെ കണ്ട് തൊഴുത് കഴിഞ്ഞാൽ പുറത്തിറങ്ങിയിട്ടാണ് മെല്ലെ ഞങ്ങൾ അമ്പലത്തിന് പുറത്ത് മതിലിന് സൈഡോടെ നടന്നുകൊണ്ടിരിക്കണം കേട്ടോ. അവിടെ ആൽമരുണ്ട്. ആലിനെ വലം വെച്ച് വരാനുള്ള പരിപാടിയിലാണ്. ബാക്ക് സൈഡ് തൊഴുത് വരാൻ വെച്ചിട്ടാണ് കേട്ടോ. ചെറിയ അമ്പലം, നല്ലൊരു മറ്റേ നാട്ടും പുറത്തൊരു ഇതുണ്ട്. ഉള്ളിലേക്ക് വന്നിട്ട് മിന്നൂസ് 1 രൂപ കോയം വെച്ച് പ്രാർത്ഥിച്ച് വരുന്നുണ്ട് കേട്ടോ. എന്താണോ പ്രാർത്ഥിച്ച്. അങ്ങനെ ഞങ്ങളുടെ തൊഴലൊക്കെ കഴിഞ്ഞു. അപ്പോഴാണ് നല്ല മഴ, വെയിലും മഴയും. അപ്പോൾ മഴ കാണാൻ നല്ല രസമുണ്ട്. അമ്പലത്തിന് മുകളിലേക്ക് മഴ പെയ്യണ കാണാൻ നല്ല വെയിലുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് എടുത്ത് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. മഴ കാണാൻ പറ്റുമോയെന്ന് അറിയില്ല. നമ്മൾ എന്നാലും സൂം ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ തോട്ടപ്പായ അമ്പലത്തിൽ തൊഴുത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇവിടെ മഹാവിഷ്ണുവാണ് കേട്ടോ പ്രതിഷ്ഠ. തോട്ടപ്പായ അമ്പലം നല്ല നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു അമ്പലമാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത്. കാരണം ഉള്ളേരിയയിലേക്ക് പോയിട്ട് നല്ലൊരു അനുഭൂതിയാണ് ആ അമ്പലത്തിൽ. നമ്മൾ കണ്ടില്ലേ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ, വേറെ അമ്പലങ്ങളും വരില്ല. ഞങ്ങൾ ഇവിടെ തൊഴുത് കഴിഞ്ഞു. ഇനി ഞങ്ങൾ മേക്കാവ് വരെ ഒന്ന് പോകണം. മേക്കാവിലേക്ക് പോകണം കേട്ടോ. അങ്ങനെ മേക്കാവ് എത്തിയില്ല ഞങ്ങൾ. അപ്പോൾ ഇനി മേക്കാവിലൊന്ന് തൊഴാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മേക്കാവിലും തൊഴുത് കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇനി വീട്ടിൽ പോകാനുള്ള പരിപാടിയിലാണ് കേട്ടോ. മേക്കാവിൽ തൊഴുതു. ആദ്യം നമ്മുടെ തോട്ടപ്പായ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തൊഴുതു. പിന്നെ നമ്മുടെ ദേവീനെ കാണാൻ, തട്ടകത്തമ്മേനെ കാണാൻ വന്നു. ഇനി പെരുവന അമ്പലത്തിൽ പോകാൻ നേരമില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് തൊഴുത് പുറത്തുനിന്ന് തൊഴുത് അങ്ങനെ വീട്ടിലേക്ക് പോകാം. പെരുവന അമ്പലത്തിൻ്റെ പുറം ഭാഗമൊന്നും ഞാൻ കാണിച്ചു തരാം. പിന്നെ ശ്രീകൃഷ്ണ ജയന്തിയാണ്. അപ്പോൾ മിന്നൂസിനെ കൃഷ്ണനാക്കുന്നുണ്ട് കേട്ടോ. ആദ്യമുള്ള കൃഷ്ണനാണ് ഈ പ്രാവശ്യം. അപ്പോൾ ഇതാണ് പെരുവനം അമ്പലം. അത് മേക്കാവിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഞാൻ ഷൂട്ട് ചെയ്യുന്ന കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്കാവിൽ തൊഴുത് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാൻ സമയമില്ല. അതാണ് ശ്രീകൃഷ്ണ ജയന്തി ആയ കാരണം. അപ്പോൾ ഇതാണ് പെരുവന അമ്പലം. അത് മടത്തിലപ്പൻ്റെ ഗോപുരമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇരട്ടപ്പനാണ് ഇവിടെ ഇരിക്കുന്ന പ്രതിഷ്ഠ. ശിവഭഗവാൻ, പിന്നെ പാർവതി ഇരിക്കുന്നുണ്ട്, പിന്നെ മടത്തിലപ്പൻ ഇരിക്കണം കേട്ടോ. നേരെ ഓപ്പോസിറ്റാണ് മേക്കാവിൽ അമ്മ ഇരിക്കണ ഈ അമ്പലം കേട്ടോ. ഇപ്പം നമ്മൾ നിൽക്കണ അമ്പലം മേക്കാവിലമ്മ. അപ്പോൾ അച്ഛനും മകളാണെന്നാണ് പറയണത്. അച്ഛൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് മകളിരിക്കണത്. അപ്പോൾ മകളുടെ കോപം ശമിക്കാൻ വേണ്ടിയിട്ട് ഇരുത്തിയാണെന്ന് പറയണം. അച്ഛന് നേരെ ഓപ്പോസിറ്റ് ഇരുത്തിയാണെന്ന് പറഞ്ഞ് കേൾക്കണ്. സംഭവം ഇത് എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ ഇതാണ് മേക്കാവ്. മേക്കാവ് നമ്മൾ തൊഴുത് ഇറങ്ങിയിട്ട് പുറത്തുനിന്നാണ് പിടിക്കുന്നത് കേട്ടോ. ഇത് മേക്കാവിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന മരമാണ്. അപ്പോൾ ഇത് അടിപൊളി ഒരു മരമാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ തൊഴുതൊക്കെ കഴിഞ്ഞു. ഇനി വീട്ടിൽ പോകാനുള്ള ഒരു പരിപാടിയിലാണ്. ഞങ്ങളുടെ തൊഴലൊക്കെ കഴിഞ്ഞു. 2 അമ്പലങ്ങൾ തൊഴുതു. അപ്പോൾ അറിയില്ലേ, തോട്ടപ്പായി തൊഴുതു, മേക്കാവ് തൊഴുതു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാ അമ്പലങ്ങളും തൊഴുത് നല്ല രീതിയിലാണ് നമ്മൾ പോകുന്നത്. 2 അമ്പലങ്ങൾ തൊഴുതപ്പോൾ തന്നെ ഒരു ആശ്വാസം.
അപ്പോൾ ശരി, എല്ലാവരും വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ബെല്ലൈക്കൻ അമർത്താട്ടാ. പോയാലോ അപ്പോൾ നമുക്ക് പായസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. വാങ്ങിയെല്ലാം കഴിച്ചു.